The next type of curved beam we are going to consider is a semicircular beams fixed at two ends and subjected to central concentrated load W. So this is our beam AB, which is a semicircle in plan, and the ends A and B are fixed. Then the beam is subjected to a central concentrated load, that is a concentrated load W at the midspan of the beam. W is acting vertically downwards. So this beam is a symmetric structure with symmetric loading. ഈ സ്ട്രക്ചറിൻ്റെ ലോഡിങ്ങും സിമെട്രിക് ആണ്, അതുപോലെ സ്ട്രക്ചറും along the x-axis symmetric ആണ്. Due to symmetry, at the central section C, shear and torsional moments are 0 and only bending moment exists. Let the bending moment be m0. അതായത് നമ്മളിപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്ന സെക്ഷൻ പോയിന്റ് സി ആണ്, അവിടെയാണ് W എന്ന് പറയുന്ന കോൺസെൻട്രേറ്റഡ് ലോഡ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് നമ്മുടെ ബീമിൻ്റെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ആ പോയിന്റിൽ ഈ സ്ട്രക്ചറിൻ്റെ സിമെട്രി കാരണം ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെൻറ്റ്സും 0 ആണ്. നമ്മൾ സാധാരണ ഒരു കർവ്ഡ് ബീമിൻ്റെ സെക്ഷനിൽ ആക്ട് ചെയ്യുന്നത് ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ടോർഷണൽ മൊമെൻറ്റ്സ് ആയിരുന്നു. ഇവിടെ നമ്മുടെ പോയിന്റ് സിയിൽ ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെൻറ്റ്സും 0 ആണ്, ബെൻഡിങ് മൊമെൻറ്റ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് m0 എന്ന് ഇപ്പോൾ എടുക്കാം. m0 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ബീമിന് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ടോർഷണൽ മൊമെൻറ്റ് ഡയഗ്രാം ഒക്കെ വരയ്ക്കാം. പക്ഷേ റിമെമ്പർ ദാറ്റ് അറ്റ് സെക്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിലും ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെൻറ്റും 0 ആണ്, ബെൻഡിങ് മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബീമിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫിക്സ്ഡ് എൻഡ് ബി മുതൽ മിഡ് സ്പാൻ സി വരെ -W/2 ആണ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ. ഏത് പോയിന്റ് എടുത്താലും അവിടെയുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് -W/2 ആണ്. ആൻഡ് ഫ്രം പോയിന്റ് സി ടു പോയിന്റ് എ, ഫിക്സ്ഡ് എൻഡ് എ വരെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ബീമിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ പോസിറ്റീവ് W/2 ആണ്. സോ ദിസ് ഈസ് അവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നമുക്കറിയാം പോയിന്റ് സിയിൽ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. ഈ പോയിന്റിൽ, അതായത് മിഡ് സ്പാനിൽ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. മിഡ് സ്പാനിലാണ് നമ്മുടെ ലോഡ് W ആക്ട് ചെയ്യുന്നത്. സോ നോട്ട് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ ദ സെമി സർക്കുലർ beam fixed at both the ends. Now we will see how to draw the bending moment diagram for the beam. For that we are going to consider a section D. അതായത് നമ്മുടെ ബീമിൻ്റെ മേലെയുള്ള ഒരു പോയിന്റ് ഡി എന്ന് പറയുന്ന ഒരു റാൻഡം ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. സോ ദ ഒറിജിൻ ഇസ് O and the line OD makes an angle alpha with the horizontal. ഈ m0 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് സിയിലുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ്. നമുക്കറിയാം സിയിൽ ബെൻഡിങ് മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ, ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെൻറ്റും 0 ആണ്. ഇനി ഡിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ടോർഷണൽ മൊമെൻറ്റിൻ്റെയും ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു m0 ഇൻറ്റു കോസ് ആൽഫ മൈനസ് W/2 ഇൻറ്റു r സൈൻ ആൽഫ, വെർ m0 ഇസ് എ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സെക്ഷൻ സി and alpha is the angle made with the horizontal by the line OD. നമ്മൾ റാൻഡം ആയിട്ടൊരു പോയിന്റ് ചൂസ് ചെയ്തു ബീമിൽ, അത് ഡി ആണ്. ആ ഡി എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്ത് വരച്ച ലൈനാണ് OD. അപ്പോൾ OD makes an angle alpha with the horizontal, and then the moment at D is equal to m0 into cos alpha minus W/2 into r sin alpha, where m0 is the moment at C, bending moment at C, and W is the load intensity. C യിൽ ആക്ട് ചെയ്യുന്ന കോൺസെൻട്രേറ്റഡ് ലോഡാണ് W. Alpha is the angle made by the line OD with the horizontal. ഇനി അതേപോലെ ഡിയിലുള്ള ടോർഷണൽ മൊമെൻറ്റ് ഇസ് ഗിവൺ ബൈ T is equal to minus m0 into sin alpha plus W/2 into r into 1 minus cos alpha. So you got to remember these two equations for the bending moment and the torsional moment at the section D.
ഡി എന്ന് പറയുന്ന കേവിലുള്ള നമ്മുടെ ബീമിലുള്ള ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ടോർഷണൽ മൊമെൻറ്റിൻ്റെയും ഇക്വേഷൻസ് ആണിത്. നമ്മൾ അടുത്തതായിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആണ് വരക്കാൻ പോകുന്നത്. ഈ ഒരു ബീമിൻ്റെ ബീം എ ബി സെമി സർക്കുലർ ബീം, കർവ്ഡ് ബീം ഫിക്സ്ഡ് അറ്റ് ദ എൻഡ്സ് എ ആൻഡ് ബി. അപ്പം ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ടോർഷണൽ മൊമെൻറ്റിൻ്റെയും ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഫോർ എ പോയിന്റ് ഡി ഓൺ ദ ബീം. അപ്പോൾ നമുക്കറിയാം ഡി യു ബൈ ഡി എം നോട്ട് ഇസ് ഈക്വൽ ടു 0 ഡ്യൂ ടു സിമെട്രി. നമ്മുടെ ഈ ബീമിൽ പോയിന്റ് സിയിൽ റൊട്ടേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല, സിമെട്രി കാരണം റൊട്ടേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പം റൊട്ടേഷൻ 0 മീൻസ് ഡി യു ബൈ ഡി എം നോട്ട് ഇസ് ഈക്വൽ ടു 0. റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ബെൻഡിങ് മൊമെൻ്റ് ആണ് according to Castigliano's theorem. So du by dm naught is equal to 0 due to symmetry. Point C. So here u is equal to integral m square by 2ei ds plus integral t square by 2gj ds. നമ്മുടെ സ്ട്രെയിൻ എനർജീൻ്റെ ഇക്വേഷൻ ആണ്. സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ഇവിടെ സർക്കുലർ ബീം ആയതുകൊണ്ട്, കർവ്ഡ് ബീം ആയതുകൊണ്ട് ടോർഷണൽ മൊമെൻ്റ് കൊണ്ടുള്ള സ്ട്രെയിൻ എനർജിയും ബെൻഡിങ് മൊമെൻ്റ് കൊണ്ടുള്ള സ്ട്രെയിൻ എനർജിയും ആഡ് ചെയ്യണം. ആൻഡ് ഇഫ് യു ഇസ് ഈക്വൽ ടു ദിസ്, then du by dm naught is equal to from 0 to pi by 2 2m by 2ei into dm by dm naught into r dx d alpha. Sorry, instead of ds we have given r d alpha here. For that you can refer the last videos. ഇവിടെ എം സ്ക്വയർ ബൈ 2ei ds-ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എം സ്ക്വയർ ആയതുകൊണ്ട് 2m by 2ei വരും ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എം വിത്ത് റെസ്പെക്ട് ടു എം നോട്ട്. സിമിലർലി ഡ്യൂ ടു ടോർഷണൽ മൊമെൻറ്റ് ഫ്രം 0 to pi by 2 2t into 2t divided by 2gj into dt divided by dm naught. നമ്മളിവിടെ സി മുതൽ എ വരെയുള്ള പോർഷനാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സി മുതൽ ബി വരെയുള്ള പോർഷൻ, ബിക്കോസ് സിമെട്രിക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് 0 to pi by 2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് എമ്മും ഡി എം ബൈ ഡി നോട്ട്, ഡി എം ഡിവൈഡ് ബൈ ഡി എം നോട്ട്, ടി ഡി ടി ഡിവൈഡ് ബൈ ഡി എം നോട്ട്, ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മുടെ ഇക്വേഷനിലേക്ക്. വി ഓൾറെഡി ഹാവ് ദ ഇക്വേഷൻസ് ഫോർ എം ആൻഡ് ടി. അപ്പോൾ ഇവിടെ എം ഇസ് ഈക്വൽ ടു എം നോട്ട് കോസ് ആൽഫ മൈനസ് ഡബ്ല്യു ബൈ 2 ഇൻറ്റു ആർ സൈൻ ആൽഫ വരും. ഡി എം ബൈ ഡി എം നോട്ട് എന്ന് പറയുമ്പം കോസ് ആൽഫ മാത്രം വരും, ബിക്കോസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എം നോട്ട് ഇസ് കോസ് ആൽഫ. ഇവിടെ എം നോട്ടിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഡി എം ബൈ ഡി എം നോട്ടിന് ഇവിടെ ഈ ഒരു സെക്കൻഡ് ടേമിൽ വാല്യൂ ഒന്നുമില്ല. സിമിലർലി വി ഹാവ് ദ വാല്യൂ ഓഫ് ടി. ടീൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇനി ഡി ടി ബൈ ഡി എം നോട്ട് എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ആൽഫ മാത്രം വരും, കാരണം ഇവിടെ എം നോട്ടിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് മൈനസ് സൈൻ ആൽഫ. ഈ ഒരു സെക്കൻഡ് ടേമിൽ എം നോട്ടിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു പോർഷൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ എം ഇസ് ഈക്വൽ ടു എം നോട്ട് കോസ് ആൽഫ മൈനസ് ഡബ്ല്യു ബൈ 2 ഇൻറ്റു ആർ സൈൻ ആൽഫ. ഡി എം ബൈ ഡി എം നോട്ട് ഇസ് ഈക്വൽ ടു കോസ് ആൽഫ. ടി ഇസ് ഈക്വൽ ടു മൈനസ് എം നോട്ട് ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് w by 2 into r into 1 minus cos alpha, and dt by dm naught is equal to minus sin alpha. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ds ഈക്വൽ ടു r ഇൻറ്റു ഡി ആൽഫ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മൾട്ടിപ്ലൈ ദ ഇക്വേഷൻ ബൈ ഇ ഐ, അതായത് നമ്മുടെ ഇക്വേഷനെ ത്രൂ ഔട്ട് ഇ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് ഇ ഐ ബൈ ജി ജെ ഇസ് ഈക്വൽ ടു ലാംഡ എന്നും കൊടുക്കുക. ഇനി ഈ ടേംസ് ഓരോന്നായിട്ട് നമ്മൾ ബ്രാക്കറ്റൊക്കെ റിമൂവ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യലാണ് നമ്മുടെ പരിപാടി. സോ ഡി യു ബൈ ഡി എം നോട്ട് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റഗ്രേഷൻ്റെ സ്റ്റെപ്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ആസ് ഐ മെൻഷൻഡ് ഡി യു ബൈ ഡി എം നോട്ട് ഇസ് ഈക്വൽ ടു 0. അതായത് നമ്മൾ ഈ ഫുൾ കാൽക്കുലേഷൻ ചെയ്ത ശേഷം അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഇൻറ്റഗ്രേഷൻ ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് ഐ ഹവ് ടേക്കൺ ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. യു ക്യാൻ റെഫർ ദാറ്റ്. So the
ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. cos square alpha is equal to 1 plus cos 2 alpha by 2, sin alpha cos alpha is equal to sin 2 alpha by 2, and sin square alpha is equal to 1 minus cos 2 alpha by 2. ഇത്രയും പോയിന്റ്സ് ഈ 3 ഇക്വേഷൻസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ, ഈ 3 റിലേഷൻസ് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആൻഡ് ഫൈനലി നമ്മൾ ഡോ യു ബൈ ഡോ എം നോട്ട് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0. അതാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഫൈനലി വാട്ട് വി ആർ ഗെറ്റിംഗ് ഇസ് ദിസ്. ഞാൻ ഈ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്ന ടേം ആണ് ഫൈനലി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ലിമിറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ടേം ആണ്. അപ്പോൾ ഈ ടേമിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, വിച്ച് മീൻസ് എം നോട്ട് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആർ ബൈ പൈ. അതായത് നമ്മൾ ഡോ യു ബൈ ഡോ എം നോട്ട് ആണ് ഇത്രയും നേരം കാൽക്കുലേറ്റ് ചെയ്തത്, വിച്ച് വി ആർ ഗെറ്റിംഗ് ആസ് എം നോട്ട് ബൈ 4 ഇൻറ്റു 1 പ്ലസ് ലാംഡ ഇൻറ്റു പൈ മൈനസ് ഡബ്ല്യു ആർ ബൈ 4 ഇൻറ്റു 1 പ്ലസ് ലാംഡ. ആൻഡ് we know that this term I've put in the box is equal to 0. Dou u by dou m naught is equal to 0. So which means ഈ ടേമിനെ, ഈ ബോക്സിൽ ഞാൻ ഇട്ടിരിക്കുന്ന ടേം ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ആർ ഗെറ്റിംഗ് ഇസ് എം നോട്ട് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആർ ബൈ പൈ. എം നോട്ട് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആർ ബൈ പൈ, വിച്ച് ഇംപ്ലൈസ് അവർ m and t values we can get from the value of m naught. ഇവിടെ നമുക്ക് m naught കിട്ടിക്കഴിഞ്ഞാൽ m naught is equal to wr by pi എന്ന് കിട്ടിയിട്ടുണ്ട്. സോ എമ്മിൻ്റെയും ടീൻ്റെയും വാല്യൂവിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഹിയർ m is equal to wr by pi into cos alpha minus w by 2 into r sin alpha. m naughtiൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹിയർ ആൽഫ ഇസ് ഈക്വൽ ടു 90 ആവുന്ന സമയത്ത്, അതായത് നമ്മുടെ പോയിന്റ് എയിൽ അല്ലെങ്കിൽ പോയിന്റ് ബിയിൽ എം ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ബൈ 2 ഇൻറ്റു ആർ. ബിക്കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 90 പറയുമ്പോൾ സൈൻ ആൽഫ ഇസ് 1 ആൻഡ് കോസ് ആൽഫ ഇസ് 0. സോ മൈനസ് ഡബ്ല്യു ബൈ 2 ഇൻറ്റു ആർ ഇസ് ദ വാല്യൂ വെൻ ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഒന്നുമില്ല, എമ്മിൻ്റെ ഇക്വേഷനിൽ നമ്മൾ ആൽഫൻ്റെ വാല്യൂ 90 കൊടുത്തു. അപ്പോൾ എമ്മിന് കിട്ടുന്നത് മൈനസ് ഡബ്ല്യു ബൈ 2 ഇൻറ്റു ആർ ആണ്. അത് പോയിന്റ് എയിലായാലും പോയിന്റ് ബിയിലായാലും അങ്ങനെയാണ്, കാരണം നമ്മുടെ സ്ട്രക്ചർ സിമെട്രിക് ആണ്. ഏത് ഫിക്സ്ഡ് എൻഡിലായാലും നമ്മുടെ മൊമെൻറ്റിൻ്റെ വാല്യൂ മൈനസ് ഡബ്ല്യു ബൈ 2 ഇൻറ്റു ആർ ആണ്, കാരണം നമ്മുടെ സ്ട്രക്ചർ സിമെട്രിക് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, ഒന്ന്, നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റിൽ എം നോട്ട് ആണ് മൊമെൻറ്റിൻ്റെ വാല്യൂ അല്ലേ. എം നോട്ട് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആർ ബൈ പൈ. ആൻഡ് എയിലായാലും ബിയിലായാലും മൊമെൻറ്റിൻ്റെ വാല്യൂ മൈനസ് ഡബ്ല്യു ബൈ 2 ഇൻറ്റു ആർ. ഇത്രയും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കാൻ പറ്റില്ല, കാരണം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റില്ല, കാരണം എവിടെയോ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആവുന്നത് ഉണ്ട്. കാരണം സിയിൽ ഡബ്ല്യു ആർ ബൈ പൈ ആണ്, എയിലും ബിയിലും മൈനസ് ഡബ്ല്യു ആർ ബൈ 2 ആണ്. അപ്പം ഒന്ന് പോസിറ്റീവാണ്, മറ്റേ ഭാഗം നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയോ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആവുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി. So we have to find out the point where the value of m is equal to 0. So m ന്റെ വാല്യൂ നമുക്ക് 0 ഇക്വേറ്റ് ചെയ്യാം. So wr by pi cos alpha minus w by 2 into r sin alpha is equal to 0, which implies wr by pi into cos alpha is equal to w by 2 into r sin alpha. So here tan alpha is equal to 2 by pi and alpha is equal to 32.48 degree. അതായത് ആൽഫ 32.48 ഡിഗ്രി ഏതർ സൈഡ്, സീൻ്റെ അപ്പുറമായാലും ഇപ്പുറമായാലും ആൽഫ വാല്യൂ 32.48 ഡിഗ്രി വരുന്ന ഭാഗത്താണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആവുന്നത്. അതാണ് നമുക്കിപ്പോൾ മനസ്സിലായത്. അതായത് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയ 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, എം നോട്ടിൻ്റെ വാല്യൂ ഡബ്ല്യു ആർ ബൈ പൈ. അതുപോലെ ഫിക്സ്ഡ് എൻഡ് എയിലായാലും ബിയിലായാലും
ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ -WR/2. ഇനി അതുപോലെ ഇതിൻ്റെ ഇടയിൽ എവിടെയോ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആവുന്നുണ്ട്. അത് ആൽഫ ഇസ് ഈക്വൽ ടു 32.48 ഡിഗ്രിയിലാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അതായത് സിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ WR/π, എയിലും ബിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ -WR/2. അതുകൊണ്ടാണ് അത് നെഗറ്റീവ് ഓർഡിനേറ്റ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇത് പോസിറ്റീവ് ഓർഡിനേറ്റും ഇത് നെഗറ്റീവ് താഴോട്ട് ഉള്ളിലേക്കുള്ള ഓർഡിനേറ്റ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ 2 പോയിൻറ്റ്സിലാണ് 0 ആവുന്നത്. സീൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 32.48 ഡിഗ്രിയിലാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് 0 ആവുന്നത്. സോ ആ പോയിൻറ്റും കൂടെ നമ്മളിവിടെ 32.48 ഡിഗ്രിയിൽ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് 0 ആവുന്നതായിട്ട്, അതായത് സൈൻ ചേഞ്ച് വരുന്നത് അവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത്. സോ ദിസ് ഈസ് അബൌട്ട് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് എ സെമി സർക്കുലർ കർവ്ഡ് ബീം വിത്ത് ബോത്ത് ദ എൻഡ്സ് ഫിക്സ്ഡ്. അപ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു. ഇനി നമ്മൾ ടോർഷണൽ മൊമെൻറ്റ് ഡയഗ്രാം ആണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വി നോ ദാറ്റ് T is equal to 0 at C. ഇനീഷ്യലി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രക്ചർ സിമെട്രിക് ആയതുകൊണ്ട് സിയിൽ ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെൻറ്റും ഉണ്ടാവുന്നില്ല, ബെൻഡിങ് മൊമെൻറ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സോ T is equal to 0 എന്നാണ് പറയുന്നത് അറ്റ് സി. ടീൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു അറ്റ് എനി പോയിൻറ്റ് ഡി. ഡിയിലുള്ള സീൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു. സിയിൽ T is equal to 0 ആണ്. ഡിയിൽ, അതായത് എനിവെയർ എൽസ്, വേറെ ഏത് പോയിന്റ് എടുത്താലും അവിടെ ടീൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ m0ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് അടുത്ത ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ഇനി നമ്മുടെ എൻഡിലേക്ക് വരുമ്പം എയിലായാലും ബിയിലായാലും ടീൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം എൻഡിൽ എയിലായാലും ബിയിലായാലും ആൽഫ വാല്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ വിച്ച് ഇംപ്ലൈസ് ഇവിടെ നമ്മൾ ടീൻ്റെ ഇക്വേഷനിൽ ആൽഫ ഇസ് ഈക്വൽ ടു 90 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് T ഇസ് ഈക്വൽ ടു 0.1817 WR. So at the ends A and B, torsional moment T is equal to 0.1817 WR. അപ്പം നമുക്ക് കിട്ടിയത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം സിയിലാണെങ്കിൽ T is equal to 0, അറ്റ് ആൽഫ is equal to 90 ആണെങ്കിൽ, അതായത് എയിലായാലും ബിയിലായാലും നമ്മുടെ ടീൻ്റെ വാല്യൂ is equal to 0.1817 WR. നമുക്ക് ടോർഷണൽ മൊമെൻറ്റ് ഡയഗ്രാം വരക്കാൻ ഇത് മതിയോ? ടോർഷണൽ മൊമെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് ഇനി അറിയേണ്ടത്. അത് എവിടെയാണ് വരുന്നത്, അത് വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. സോ ടി ഈസ് മാക്സിമം അറ്റ് ആൽഫ വെർ dt/d ആൽഫ ഇസ് ഈക്വൽ ടു 0. അതായത് ഏത് ആൽഫ വാല്യൂവിനാണ് ടി മാക്സിമം ആവുന്നത് എന്നറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മാത്സിൽ പഠിച്ചതാണ്. മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി dt/d ആൽഫ ഇസ് ഈക്വൽ ടു 0 എന്ന് എടുത്തു. അതായത് ഫോർ വിച്ച് ആൽഫ വാല്യൂ ടി ഈസ് മാക്സിമം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സോ വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് in the equation of t, അതായത് dt/d ആൽഫ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ടി എന്ന് പറയുന്നത് ഇതാണ്, -WR/π ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് WR/2 ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫയാണ്. അപ്പം dt/d ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു ഞാൻ ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ ഇസ് ഈക്വൽ ടു -WR/π into cos alpha plus WR/2 into sin alpha. So and equate this with 0. ഈ ഒരു ബോക്സിൽ ഇട്ടിരിക്കുന്ന ടേമിന് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം we are getting tan alpha is equal to 2/π, which implies alpha is equal to 32.48 degree. അതായത് നമുക്കിവിടെ കിട്ടുന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഇസ് ഈക്വൽ ടു 32.48 ഡിഗ്രി ആവുമ്പോൾ നമ്മുടെ ടി ടോർഷണൽ മൊമെൻറ്റിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നുണ്ട്. ആൻഡ് ആ മാക്സിമം വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Tmax ഇസ് ഈക്വൽ ടു നമ്മുടെ ടിയുടെ ഇക്വേഷനിൽ ആൽഫ ഇസ് ഈക്വൽ ടു
32.48 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So Tmax is equal to, Tmax occurs when alpha is equal to 32.48 degree, which implies in the equation of T we have to substitute the value of value of alpha as 32.48 to get the maximum value of T. So Tmax is equal to, here we are getting the value of Tmax is equal to minus 0.0927 WR. ഇവിടെ വേറൊരു കൺക്ലൂഷനും കൂടെ നമുക്ക് പറയാം. നേരത്തെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് 0 ആണെന്ന് കണ്ടുപിടിച്ച പോയിന്റും ആൽഫ ഇസ് ഈക്വൽ ടു 32.48 ഡിഗ്രി ആയിരുന്നു. സോ ദസ് ദ ടോർഷണൽ മൊമെന്റ് ഇസ് മാക്സിമം അറ്റ് ദ സെക്ഷൻ വേർ ദ ബെൻഡിങ് മൊമെന്റ് ഇസ് 0. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് മനസ്സിലായത്. ടി ഇസ് ഈക്വൽ ടു 0 അറ്റ് സി. ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം വരക്കാൻ വേണ്ടി ടി ഇസ് ഈക്വൽ ടു 0 അറ്റ് സി. And T is equal to 0.1817 WR at the ends A and B. എയിലും ബിയിലും, അതായത് ആൽഫ 90 ഡിഗ്രി ആകുമ്പോൾ ഇതാണ് ടോർഷണൽ മൊമെന്റ്സിൻ്റെ വാല്യൂ. ആൻഡ് അതുപോലെ ആൽഫ ഇസ് ഈക്വൽ ടു 32.48 ഡിഗ്രി ആകുമ്പോൾ ആണ് നമ്മുടെ ടോർഷണൽ മൊമെന്റിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത്. ആൻഡ് ദ വാല്യൂ ഇസ് -0.0927 WR. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു മൈനസും പോസിറ്റീവും ആയിട്ട് ഇടയിൽ വരുന്ന സ്ഥിതിക്ക് നമുക്ക് വേറെ ഒരു പോയിന്റിലും കൂടെ നമ്മുടെ ടോർഷണൽ മൊമെന്റിൻ്റെ വാല്യൂ 0 ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ കൺക്ലൂഷൻ. സിയിൽ മാത്രമല്ല നമ്മുടെ ടോർഷണൽ മൊമെന്റിൻ്റെ വാല്യൂ 0 ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയോ കൂടെ നമ്മുടെ ടോർഷണൽ മൊമെന്റിൻ്റെ വാല്യൂ 0 ആയിട്ട് വരുന്നുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് പോയിന്റ് വേർ ദ ടോർഷണൽ മൊമെന്റ് വാല്യൂ 0 അതർ ദാൻ ദ പോയിന്റ് സി. അപ്പോൾ നമ്മൾ വീണ്ടും ടീൻ്റെ ഇക്വേഷൻ എടുക്കുന്നു, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ടീൻ്റെ ഇക്വേഷൻ മൈനസ് WR/π ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് WR/2 ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ഇവിടെ മൈനസ് WR/π ഇൻറ്റു സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് WR/2 ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ വരും, ആസ് ദിസ് ടേം ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് WR ഒക്കെ ക്യാൻസൽ ആവും. സോ ഫൈനലി 1/π ഇൻറ്റു സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് സൈൻ ആൽഫ വി ആർ ചേഞ്ചിങ് ദ ടേം ആസ് 2 സൈൻ ആൽഫ ബൈ 2 ഇൻറ്റു കോസ് ആൽഫ ബൈ 2. സൈൻ ആൽഫയ്ക്ക് പകരം നമ്മൾ 2 സൈൻ ആൽഫ ബൈ 2 ഇൻറ്റു കോസ് ആൽഫ ബൈ 2 കൊടുത്തു. ആൻഡ് ഓൾസോ ഇൻസ്റ്റെഡ് ഓഫ് 1 മൈനസ് കോസ് ആൽഫ we have substituted 2 sin square alpha by 2. അപ്പോൾ ഇവിടെ ഒരു സൈൻ ആൽഫ ബൈ 2 ക്യാൻസൽ ആവും, അതായത് ഈ സൈഡിലുള്ള സൈൻ ആൽഫ ബൈ 2ഉം ഇവിടെ ഉള്ള ഒരു സൈൻ ആൽഫ ബൈ 2ഉം തമ്മിൽ ക്യാൻസൽ ആവും. അങ്ങനെ ടാൻ ആൽഫ ബൈ 2 is equal to 2π എന്ന് കിട്ടും. കാരണം ഇവിടെയുള്ള ഒരു സൈൻ ആൽഫ ബൈ 2ഉം ഇവിടെയുള്ള സൈൻ ആൽഫ ബൈ 2ഉം ഇവിടെയുള്ള ഒരു സൈൻ ആൽഫ ബൈ 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് കോസ് ആൽഫ ബൈ 2നെ അതർ സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഫൈനലി ടാൻ ആൽഫ ബൈ 2 is equal to 2π എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് ആൽഫ is equal to 64.964 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എവിടെയാണ് T is equal to 0 ആവുന്നത്, ഏത് ആൽഫ വാല്യൂവിനാണ് T is equal to 0 ആവുന്നത് എന്നാണ് നമ്മൾ ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ ടീൻ്റെ ഇക്വേഷന് ഇക്വേറ്റ് ചെയ്തു, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. ആൻഡ് വി ഗോട്ട് ദ വാല്യൂ ഓഫ് ആൽഫ ആസ് 64.964. അതായത് ആൽഫ വാല്യൂ 64.964ലാണ്. അത്രയും ആൽഫ വാല്യൂ വരുമ്പോഴാണ് T is equal to 0 ആവുന്നത്. അപ്പോൾ നമുക്ക് ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം വരക്കാനുള്ള ഡാറ്റയൊക്കെ ആയി. ഒരു ഡാറ്റ എന്ന് പറഞ്ഞാൽ T is equal to 0 at T is equal to 0 at C, then T is equal to 0.1817 WR at A and B, ഫിക്സ്ഡ് ടെൻസിൽ വരുന്ന T വാല്യൂസ്. പിന്നെ അതുപോലെ T മാക്സിമം വാല്യൂ വരുന്നത് ആൽഫ is equal to 32.48 ഡിഗ്രിയിലാണ്. ആൻഡ് ദ വാല്യൂ ഇസ് -0.0927 WR ആണ്. ആൻഡ് ഓൾസോ വൺ മോർ തിങ് വാട്ട് വി ഗോട്ട് ഇസ് alpha is equal to 64.964 ഡിഗ്രീസിൽ T is equal to 0. ഇങ്ങനെ 4 പോയിന്റ്സ് ആണ് നമുക്ക് ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം വരക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്.
And finally, this is our torsional moment diagram. നമ്മളിപ്പോൾ കൺക്ലൂഡ് ചെയ്ത 4 പോയിന്റ്സും ഈ ഒരു ഡയഗ്രത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കാം. T is equal to 0 at C. Then T is equal to 0.1817 WR at A and at B. എയിലും ബിയിലും സെയിം ആണ്. And the third point, at alpha is equal to 32.48 degree, T maximum ആണ് and the value is 0.927 WR. And the fourth point, at alpha is equal to 64.96 degree, the value of T is 0. അത് രണ്ട് സൈഡിലും അതുപോലെയാണ്, രണ്ട് സൈഡിലും ഒരുപോലെയാണ്. ഇവിടെ ആൽഫ is equal to 64 ആയാലും ഇങ്ങോട്ട് ആൽഫ is equal to 64.96 ആയാലും നമ്മുടെ T value 0 ആണ്. Okay, so this is about the 3 diagrams: shear force diagram, bending moment diagram and torsional moment diagram for a semicircular beam fixed at A and B, and the point load acting at the midspan of the beam.